നല്ലവനും വിശ്വസ്തനുമായ പരിശുദ്ധ ത്രിയേക ദൈവത്തെ ഞാൻ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ആദരണീയരായ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ തിരുപ്പാദങ്ങൾ അണയുവാൻ ദൈവം കൃപയും ഭാഗ്യവും നൽകിയതിൽ ദൈവത്തെ ഞാൻ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഇന്നലത്തെ പകൽ നമുക്ക് ലഭ്യമായ സഭായോഗങ്ങൾക്കായും ദൈവത്തെ വാഴ്ത്തുകയാണ്. പിന്നെയും ദൈവത്തിൻ്റെ കൃപ നമ്മുടെയൊക്കെ മേൽ ദൈവം പകരുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവവിഷയമായി സമ്പന്നരാകേണ്ടതിനും വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കേണ്ടതിനും ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. സ്വർഗീയ ദർശനങ്ങളിൽ നാം അന്ധരാകാതെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിൽ, ചിലവിടുന്നതിൽ നമ്മുടെ കൈകൾ വരണ്ടു പോകാതെ സുവിശേഷത്തിൻ്റെ പാതയിലും വിശുദ്ധമായ ദൈവിക വഴികളിലും ഓടുന്നതിൽ നമ്മുടെ കാലുകൾ ഇടറാതെയും മുടന്താതെയും ദൈവത്തെ സ്തുതിക്കുന്നതിലും കർത്താവിനെ സാക്ഷീകരിക്കുന്നതിലും നാം തടിച്ച നാവുള്ളവരാകാതിരിക്കേണ്ടതിനും ദൈവം നമുക്കേവർക്കും കൃപയേകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് കാണുമായിരിക്കുമല്ലോ. സ്തോത്രം. ദൈവിക വിഷയങ്ങളിൽ പലരും അന്ധരാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലവിടുന്നതിൽ പലരുടെയും കൈകൾ വരണ്ടതും കർത്താവിൻ്റെ വഴികളിൽ ഓടുന്നതിൽ മുടന്തുള്ളവരും കർത്താവിനെ പറ്റി പറയുന്നതിൽ ബധിരരും ഒക്കെയായി നമ്മൾ പലപ്പോഴും മാറുന്നു. ആ അവസ്ഥകളൊക്കെ മാറി നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടെ കർത്താവിൻ്റെ പാതയിൽ ഓടേണ്ടതിന് ദൈവം നമുക്കേവർക്കും കൃപ ചെയ്യട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഉള്ളത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. എബ്രായർക്കുള്ള ലേഖനം 2-ാമത്തെ അധ്യായം 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 9-ാം വാക്യത്തിലായിരുന്നു കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് നാം നിന്നത്. ഒന്നും കൂടെ വാക്യം നമുക്ക് വായിക്കാം. 9-ഉം 10-ഉം കൂടെ ചേർത്ത് വായിച്ചോളൂ. എങ്കിലും ദൈവകൃപയിൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനെ യേശു മരണം അനുഭവിച്ചത് കൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സകലത്തിനും ലാക്കം, സകലത്തിനും കാരണഭൂതമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. സ്തോത്രം. നമ്മൾ ഈ ഭാഗങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട 5 പാഠങ്ങൾ പഠിച്ചു. പ്രത്യേകിച്ച് 9-ാമത്തെ വാക്യത്തിൽ നിന്ന്. സ്തോത്രം. 5-ലധികം ഉണ്ട്, പക്ഷേ പ്രധാനമായിട്ടുമുള്ളത് 6 എന്ന് ഒന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു, യേശു എന്ന പേര് എബ്രായ ലേഖനത്തിൽ ഏറ്റവും ആദ്യം നാം കാണുന്നത് ഇവിടെയാണ്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽക്ക് യേശുക്രിസ്തുവിനെ അപ്പോസ്തലൻ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും
യേശു എന്ന വ്യക്തിപരമായ നാമം ഉദ്ധരിക്കുന്നത് ഇവിടെയാണ് ആദ്യമായിട്ട്. അപ്പോൾ യേശു എന്ന പേര്, ആ പേരിനകത്ത് തന്നെ ഉണ്ടല്ലോ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ. പക്ഷേ നമ്മിൽ പലർക്കും അതേക്കുറിച്ച് അറിവുള്ളവരാണ് എന്ന് ഞാൻ കരുതുന്നു. പിന്നെ യേശുവിൻ്റെ ജഡധാരണത്തെക്കുറിച്ച് നമുക്കവിടെ കാണാം. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ച വന്നവൻ. യേശുക്രിസ്തുവിൻ്റെ താഴ്ച, യേശുക്രിസ്തുവിൻ്റെ താഴ്മ, യേശുക്രിസ്തുവിൻ്റെ ജഡധാരണം, അതൊക്കെയാണ് നാം അവിടെ കാണുന്നത്. മറ്റൊന്ന്, ഇതെല്ലാം എല്ലാവർക്കും വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും വേണ്ടി. അടുത്തത് നമ്മൾ കണ്ടത് യേശു മരണം അനുഭവിച്ചു. മരണം അനുഭവിച്ചു. മറ്റൊന്ന്, മരണം ആസ്വദിച്ചു. അനുഭവിച്ചു, ആസ്വദിച്ചു. പിന്നെ നമ്മൾ കണ്ടു, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. നാം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അപ്പോസ്തലന്റെ വിവരണങ്ങളാണ് ഇവിടെയെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. യേശുക്രിസ്തു മരണം അനുഭവിച്ചതിനെക്കുറിച്ചും മരണം ആസ്വദിച്ചതിനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട്, 2-3 ദിവസങ്ങളായിട്ട് പഠിച്ചു വരികയായിരുന്നു. അതിൽ നമ്മൾ മനസ്സിലാക്കിയത് മരണത്തിൻ്റെ തീവ്രമായ യഥാർത്ഥ അനുഭവം യേശുവിന് ഉണ്ടായി എന്ന്. അതിനോട് ചേർത്ത് നമ്മൾ 22-ാം സങ്കീർത്തനം ആദ്യത്തെ വാക്യവും എടുത്തിരുന്നു. ക്രൂശിലെ 7 മൊഴികളിൽ ഒന്നായിരുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. അർത്ഥം നമ്മൾ ആ ഭാഗങ്ങളിലൊക്കെ കണ്ടതായിരുന്നല്ലോ, അതുകൊണ്ട് അതൊന്നും ആവർത്തിക്കുന്നില്ല. 2 തരം വേർപാടുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി മരണത്തോടുള്ള ബന്ധത്തിൽ. സ്തോത്രം. ഒന്ന്, മനുഷ്യൻ പാപം ചെയ്തിട്ട് പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകലുന്നതാണ്. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ പാപം നിമിത്തം അകലുന്ന ഒരു അകൽച്ചയുണ്ട്. അത് യേശുവിന് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അതൊരിക്കലും യേശുവിന് സംഭവിച്ചിട്ടില്ല. സോറി, അല്പം ഇടയ്ക്ക് കുടിക്കുന്നതിൽ. അതിന് കാരണവും നമ്മൾ കണ്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നിഷ്പാപ അവസ്ഥ അഥവാ യേശുക്രിസ്തുവിൻ്റെ നിഷ്കളങ്ക അവസ്ഥ. അതിന് ഉള്ള പല തെളിവുകൾ നമ്മൾ കണ്ടിരുന്നു. 6 വെച്ച് പല തെളിവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ആവർത്തിക്കുന്നില്ല. അപ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരണം അനുഭവിച്ചു, ആസ്വദിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നുള്ള യേശുക്രിസ്തുവിൻ്റെ നിലവിളിയും അത് നമ്മൾ കണ്ടു. മനുഷ്യന്റെ പ്രതിനിധിയായി, മനുഷ്യനായി, യേശുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിൽ യേശു നടത്തിയ നിലവിളിയാണത്. സ്തോത്രം.
അതിനുള്ള പ്രധാനപ്പെട്ട കാരണം 2 കൊരിന്ത്യർ 5:21 നമ്മൾ കണ്ടു. സ്തോത്രം. പാപം അറിയാത്തവനെ ദൈവം പാപം ആക്കി. സ്തോത്രം. പാപമാക്കി. അതുപോലെ തന്നെ ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. മറ്റ് വേർഷൻസിലെയും മറ്റ് ഭാഷകളിലെയും ഒക്കെ അവിടുത്തെ അന്തരങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, ആവർത്തിക്കുന്നില്ല. അപ്പോൾ യേശുക്രിസ്തു മരണം ആസ്വദിച്ചു, അനുഭവിച്ചു. അത് സ്വന്തം പാപങ്ങൾ നിമിത്തം ആയിരുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഒരു പാപിക്ക് അങ്ങനെ ഉണ്ടാകുന്ന ഒരു വേർപാട് യേശുവിനുണ്ടായില്ല. അഞ്ചാമത്തെ അധ്യായം, എബ്രായ ലേഖനം തന്നെ 5-ാമത്തെ അധ്യായം. അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങൾ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത കൊണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവനും ആകുന്നു. മാനുഷിക മഹാപുരോഹിതന്മാരുടെ അവസ്ഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യരുടെ ഇടയിൽ നിന്നും എടുക്കുന്നവനാണ്. അവൻ ബലഹീനത പൂണ്ടവനാകയാൽ മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് എന്ന പോലെ സ്വന്തം പാപങ്ങൾക്കായിട്ടും എന്ത് വേണം? പാപയാഗം അർപ്പിക്കേണ്ടിയവനാണ്. സ്തോത്രം. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചോ അതിൻ്റെ ആവശ്യം ക്രിസ്തുവിനുണ്ടായിട്ടില്ല. യേശുക്രിസ്തു തനിക്ക് വേണ്ടി പാപയാഗം അർപ്പിക്കുവാൻ ആവശ്യമില്ലാത്തവനാകുന്നു. നമ്മളതിനെക്കുറിച്ച് 5-6 കൂട്ടം കാര്യങ്ങൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് യേശുവിന് ഏത് വേർപാട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല? പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ യേശുവിന് വേണ്ട, ഒക്കത്തില്ല. സ്തോത്രം. എന്നാൽ രണ്ടാമത്തെ ഒരു വേർപാടാണ് നമ്മൾ കണ്ടത്. മരണാനന്തരം ഒരു ആത്മാവ് ചെന്ന് ചേരുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തി ചെന്ന് ചേരുന്ന ഒരു വേർപാട്. ഭൂമിയിൽ ജീവിച്ചിരിക്കെ പാപം ചെയ്തിട്ട് ദൈവത്തിൽ നിന്നും അകന്നു പോയവൻ അല്ല യേശു. എന്നാൽ മരണസമയത്ത് നമ്മുടെ എല്ലാം പാപം തൻ്റെ മേൽ ഏറ്റുകൊണ്ട് സ്വമനസ ക്രൂശിൽ മരിക്കുമ്പോൾ ഒരു പാപിക്ക് ഉണ്ടാകുന്ന ആ ഒരു വേദന, അത് ശരീരത്തിൽ എന്ന് മാത്രമല്ല
യേശുക്രിസ്തു അനുഭവിച്ചു, അത് ആസ്വദിച്ചു. അതാണ് അനുഭവിച്ചു, ആസ്വദിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഉള്ള വിശദീകരണം, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം. ആ അനുഭവത്തിൽ മനുഷ്യത്വത്തിൻ്റെ ആ പൂർണ്ണതയിൽ നമ്മുടെ പകരക്കാരനായി പിതാവിനോട് വിളിച്ചു ചോദിക്കുകയാണ്, എന്നെ കൈവിട്ടത് എന്ത്? അത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ഒരു ചോദ്യം ഞാൻ കണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു പ്രസ്താവനയോടനുബന്ധിച്ചാണ്. നീതിമാന്റെ മരണം ഉറക്കം പോലെ എന്ന് എവിടെയെങ്കിലും ബൈബിളിൽ ഉണ്ടോന്ന്? നീതിമാന്റെ മരണം ഉറക്കം പോലെ എന്ന ബൈബിൾ വാക്യം, ബൈബിളിൽ അങ്ങനെ വാക്യം ഉണ്ടോ? ബൈബിൾ വാക്യം ഉണ്ടെങ്കിൽ തപ്പിയാൽ മതിയല്ലോ. ഉണ്ട്. 16 116 സങ്കീർത്തനം. സ്തോത്രം. 116 സങ്കീർത്തനത്തിൽ എന്താണ് അവിടെ പറയുന്നത്? ഒന്ന് നോക്കാമല്ലോ നമുക്ക്. ഭക്തന്മാരുടെ മരണത്തെക്കുറിച്ച്, പൊതുവേ മരണത്തെക്കുറിച്ചും പറയുന്ന ഒത്തിരി പ്രയോഗങ്ങൾ ബൈബിളിലുണ്ട്. നീതിമാന്മാരുടെ, അല്ലെങ്കിൽ അതിന്റെ 15 വാക്യമാണ്, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. പ്രഷ്യസ്. ഉറക്കം പോലെ എന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെശയ്യാ പ്രവചനം 57 1-2 വാക്യങ്ങൾ. ഐശയ്യാ 57 1-2. നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിനു മുൻപേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. 1-2 ആയോ? അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു, നേരായി നടക്കുന്നവരൊക്കെയും താന്താന്റെ കിടക്കമേൽ വിശ്രാമം പ്രാപിക്കുന്നു. ഈ പ്രസ്താവനയ്ക്ക് ആധാരമായിട്ടുള്ള ഒരു വാക്യം ഇതാണ്: The righteous is taken away from evil, he shall enter into peace, they shall rest in their beds. കിടക്കമേൽ വിശ്രാമം പ്രാപിക്കുന്നു, അവർ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ലാസറിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞത്, നമ്മുടെ സ്നേഹിതൻ എന്ത് ചെയ്യുന്നു എന്നാ? ഉറങ്ങുന്നു, നിദ്ര കൊള്ളുന്നു. അപ്പോഴാ ശിഷ്യന്മാർ പറഞ്ഞു, അവൻ ഉറങ്ങുകയാണ്, ഇപ്പം എന്തിനാ ഉണർത്താൻ പോന്നെ, അവനും എഴുന്നേറ്റുള്ളൂ. ഈ ടോണിലല്ല പറഞ്ഞത്, ഇതിപ്പം നമ്മുടെ ടോണിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അവൻ ഉറങ്ങുകയാണെങ്കിൽ ഉണരും എന്നും പറഞ്ഞുകൊണ്ടാണ് ശിഷ്യന്മാർ ഇങ്ങനെ കൂടെ പോയത്. പിന്നെ യേശു അല്ലേ, അതുകൊണ്ട് ഇവർക്ക് പിറുപിറുക്കാനും പറ്റത്തില്ല. നമ്മുടെയൊക്കെ ഒരു രീതിയിലായിരുന്നെങ്കിൽ ഇവരിങ്ങനെ പുറകെ പിറുപിറുത്തോണ്ട് നടന്നേനെ. എടാ, ഉറങ്ങുകയാണെങ്കിൽ അവൻ എഴുന്നേക്കത്തില്ല, നമ്മൾ ഇവിടുന്ന് പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞേനെ.
അപ്പോൾ മരണത്തെ, പ്രത്യേകിച്ച് ഭക്തന്മാരുടെ മരണത്തെ നിദ്രയോട് ഉപമിച്ച് ഒന്നിലധികം ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഈ ഒരു പ്രസ്താവന നടത്തുന്നത്. അതല്ലാതെ നീതിമാന്മാരുടെ മരണം ഉറക്കം പോലെ എന്ന ഒരു വാക്യം ഉള്ളതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ചോദിച്ചത്. അങ്ങനെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞാൽ ഉപകാരം. മിക്കപ്പോഴും നമ്മുടെ സംസ്കാര ശുശ്രൂഷകളിൽ, ശവമടക്ക് സമയങ്ങളിൽ നമ്മൾ ഉരുവിടുന്ന ഒരു വാചകമാണത്. അത് ഈ അർത്ഥങ്ങളിൽ ശരിയാണ്, ആശയം ശരിയാണ്. അക്ഷരീയമായ അങ്ങനെ ഒരു വാക്യം ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണെന്ന് നമ്മൾ കണ്ടു. അത് തീർച്ചയായിട്ടും ഉറക്കം പോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ സമാധാനത്തോടാണ് ഭക്തന് മരിക്കാൻ സാധിക്കുക. സമാധാനത്തോടെ. അസമാധാനപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമുക്കറിയാമല്ലോ. ഈ പലതിനോടും പലർക്കും ഒരു വല്ലാത്ത ആകർഷണം തോന്നും. നമ്മൾ പണ്ട് ഒരിക്കൽ പറഞ്ഞതാ, പുതിയ ഒരു വസ്തു മേടിച്ചിട്ട് മരിക്കാനൊക്കാതെ കിടന്ന് ആരാണ്ട് പറഞ്ഞെന്നാ മണ്ണൊരു ശകലം എടുത്ത് കയ്യിലോട്ട് പിടിപ്പിച്ചു കൊടുക്കാൻ. സത്യമാണോന്ന് അറിയത്തില്ല, കേട്ടിട്ടുള്ള കാര്യമാണ്. അത് കിട്ടി, അത് കയ്യിൽ ഇങ്ങനെ വെച്ചു. ഇപ്പം നമ്മൾ മേടിച്ചെടുത്ത മണ്ണാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സമാധാനത്തോടെ മരിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഏതായാലും ശരി, വേർപാടെന്നത് ഭയങ്കര വേദനാജനകമാണ്. എന്നാൽ ഭക്തന്മാരെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു വേദന ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ യേശുക്രിസ്തു ക്രൂശിൽ ഒരു നീതിമാനായിട്ട് തന്നെയാണ് മരിച്ചതെങ്കിലും പാപിയുടെ പാപത്തിൻ്റെ മുഴുവൻ ശിക്ഷയും ഏറ്റുകൊണ്ടാണ് മരിക്കുന്നത്. ആ പാപത്തിൻ്റെ ശിക്ഷയിലെ ഒരു ഭാഗമാണ് ഈ വേർപാടെന്നുള്ളത്. ആ വേർപാടിൽ ആദ്യത്തെ അംശത്തിൽ ക്രിസ്തുവിന് വേർപെടാൻ സാധിക്കുമായിരുന്നില്ല, കാരണം പരിശുദ്ധനായിരുന്നു. എന്നാൽ പാപത്തിൻ്റെ ശിക്ഷയായി യേശുക്രിസ്തു ആ വേർപാടിൻ്റെ തീവ്രത അനുഭവിച്ചു. ആ വേർപാടിൻ്റെ ഭീകരത അതിലൂടെ യേശു കടന്നുപോയി. മറ്റ് എന്തെങ്കിലും? സ്തോത്രം. എങ്കിൽ മറ്റൊന്നും ഇല്ലെങ്കിൽ ഓക്കെ. നമ്മളിപ്പോൾ മലയാളത്തിൽ പറഞ്ഞത് പ്രത്യേകിച്ച് അതിൻ്റെ ആ രണ്ട് വേർപാടുകളെ കുറിച്ചുള്ളത്. ഒന്ന് ആംഗലേയ ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിലാക്കാമോ എന്ന് മലയാളം ശരിക്കറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയിൽ നിന്ന് ചോദ്യം വന്നതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. സ്തോത്രം. 2 types of separations, particularly now we were dealing with. One is, both are actually due to sin, but one is the actual separation by sin, which Jesus did not experience here on earth, because Jesus was sinless. In every aspect, Jesus was a complete man, a perfect man.
And therefore, he did not experience that separation every sinner experiences during his life on earth. But another separation Jesus experienced was the separation of the punishment of sin, condemnation of sin. That Jesus had to go through because he came here on earth to propitiate for man's sin. So this is the two types of partitions or separations. One because of sin and the person who committed sin. Okay. But second one, as a result of sin, which Jesus had gone through. That's why Jesus was crying out, Psalm number 22 and verse 1. Okay. മറ്റെന്തെങ്കിലും? മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ 9-ാമത്തെ വാക്യം വായിക്കാമല്ലോ. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. സ്തോത്രം. ദൂതന്മാരിലും അല്പം താഴ്ച വന്നവനായ യേശു. സ്തോത്രം. നാം ആ ഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവിടെ നാം തുടക്കത്തിൽ കണ്ടതുപോലെ 5-6 കൂട്ടം കാര്യങ്ങളാണ് യേശുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ആദ്യം നാം അവിടെ കാണുന്നത് അത് യേശുവിൻ്റെ പേര് പറയുന്നതായി നാം അവിടെ കാണുന്നു. ഏറ്റവും ആദ്യം എബ്രായ ലേഖനത്തിനകത്ത് യേശുവിൻ്റെ പേര് നാം ഇവിടെയാണല്ലോ കാണുന്നത്. യേശു എന്ന പേരിൻ്റെ അർത്ഥം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ആ പേരിൻ്റെ അർത്ഥം അറിയാത്തവരാരും നമ്മുടെ കൂട്ടത്തിൽ കാണില്ല. മത്തായി 1:21, മാത്യു 1:21. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേർ ഇടണം എന്ന് പറഞ്ഞു. സ്തോത്രം. യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് ഗബ്രിയേൽ മറിയോട് പറഞ്ഞ കാര്യമാണത്. കാലം തികയുമ്പോൾ നീ ഒരു മകനെ പ്രസവിക്കുമെന്നും ആ മകൻ എന്ത് പേരിടണമെന്നും. ആ പേരിൻ്റെ അർത്ഥം അവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട്. സ്തോത്രം. അപ്പോൾ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവൻ, യഹോവ എൻ്റെ രക്ഷ എന്നാണ് ആ പേരിൻ്റെ ലിറ്ററൽ അക്ഷരീയമായ അർത്ഥം. ഇന്ന് നമുക്ക് ആ പാട്ട് അല്ലെങ്കിൽ ആ ഒരു പേര് ഒത്തിരി അങ്ങ് പോപ്പുലർ എന്നാണോ എന്താണ് പറയുന്നത്, വൈറൽ എന്നായിരിക്കും. സ്തോത്രം. യേശുവാ. പല പാട്ടുകളിലും യേശുവാ യേശുവാ
ഹിന്ദിയിൽ പാടുമ്പോൾ പിന്നെ യേശു ആ എന്നാ പാടുന്നത്, യേശുവെ വാ എന്ന്, യേശു ആ. പക്ഷേ യേശു ആ എന്നല്ല ആ ഹിന്ദിയിലായാലും ശരി ആ പാട്ട്, യേശുവിൻ്റെ പേരങ്ങ് വിളിക്കുക, യേശുവാ യേശുവാ എന്നങ്ങ് പേര് വിളിക്കുക. അപ്പം യേശുക്രിസ്തുവിൻ്റെ പേരിൻ്റെ അർത്ഥം നമ്മളിവിടെ കാണുന്നു. തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്ന രക്ഷിതാവ്, വീണ്ടെടുപ്പുകാരൻ. സ്തോത്രം, വീണ്ടെടുപ്പുകാരൻ. എങ്ങനെയാണ് ചിലർ ചിന്തിക്കാറുണ്ട് പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കാറുണ്ട്. ഈ അപരാധങ്ങൾ ചെയ്തിട്ട് ഓടിപ്പോകുന്നവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ചിലരെ പോലെയാണ് ഈ രക്ഷ എന്നും ചിലർ തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. അല്ല, ആ രക്ഷയും ഈ രക്ഷയും രണ്ടും രണ്ടാം. രക്ഷപ്പെട്ടു, ആ രക്ഷപ്പെടിയിലല്ല യേശുവിലൂടെ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നമ്മളതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ആവർത്തിക്കുന്നു, പക്ഷെ വിവരിക്കുന്നില്ല. ആ വീണ്ടെടുപ്പിൻ്റെ ആ രക്ഷയുടെ 4 വശങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് ആർക്കെങ്കിലുമൊക്കെ ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ആരുമില്ലേ? യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയുടെ 4 മുഖങ്ങളെ പറ്റി അധികം നാളായിട്ടില്ല നമ്മൾ ആ ഭാഗം ചിന്തിച്ചിട്ട്. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന്, അതെ അതെ, പാപത്തിന്റെ ഇൻഫ്ലുവൻസിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്ന്, സ്വാധീനത്തിൽ നിന്നും, സാന്നിധ്യത്തിൽ നിന്നും. അതെ, വെരി ഗുഡ്. ജോച്ചാനും സുജയും ഓർത്തു. മറ്റാർക്കും പറയാൻ അവസരം കിട്ടില്ലെന്നേ ഉള്ളൂ, ഓർക്കാഞ്ഞിട്ടായിരിക്കത്തില്ല. മറന്നുപോയ ചിലർ കാണും. അതാണല്ലോ റിയാലിറ്റി. യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷയുടെ 4 പ്രധാനപ്പെട്ട തലങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന്, പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന്, ഫ്രം ഡെലിവറൻസ് ഫ്രം ദ കണ്ടംനേഷൻ ഓഫ് സിൻ. സ്തോത്രം. രണ്ടാമത്, ഫ്രം ദ ഗിൽറ്റ് ഓഫ് സിൻ, പാപത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്ന്, പാപത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്ന്. 3, പാപത്തിൻ്റെ സ്വാധീന ശക്തിയിൽ നിന്ന്, ഫ്രം the sinful influences. Praise God. പിന്നീടാണ് നമ്മൾ പറഞ്ഞത് ഫ്രം ദ വെരി പ്രസൻസ് ഓഫ് സിൻ, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമ്മളെ ദൈവം രക്ഷിക്കുന്നു. ഇത് 4 കൂടെ ചേരുമ്പോൾ മാത്രമേ പൂർണ്ണമായും രക്ഷിക്കുന്നു എന്ന ആ ഭാഗവും കൂടെ പൂർത്തിയാവുകയുള്ളൂ. എബ്രായർ തന്നെ 7:25 വാക്യം, 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. പൂർണ്ണമായി രക്ഷിപ്പാൻ. 1 തെസ്സലോനിക്കർ 5:23 കൂടെ, 1 Thessalonians 5:23.
സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. സ്തോത്രം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇവിടെ പറയുന്ന മുഴുവനും, അതുപോലെ എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ടു പൂർണ്ണമായും രക്ഷിപ്പാൻ. സ്തോത്രം. പൂർണ്ണമായും രക്ഷിപ്പാൻ. അതാണ് യേശു ക്രിസ്തു രക്ഷകൻ, അല്ലെങ്കിൽ യേശു എന്ന പേരിൻ്റെ തന്നെ അർത്ഥമായിട്ട് നമ്മൾ കാണുന്നത്. സ്തോത്രം. യേശുവിനെ കുറിച്ചുള്ള യേശുവിൻ്റെ പേര്, അതിനെക്കുറിച്ച് കർത്താവിൻ്റെ നാമം തന്നെ എത്ര ശ്രേഷ്ഠമല്ലേ. സ്തോത്രം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങും. സ്തോത്രം. യേശുക്രിസ്തുവിനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നമ്മൾ കാണുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു തൻ്റെ പേരിൻ്റെ അർത്ഥം പോലെ തന്നെ നമ്മുടെ പാപങ്ങളെ തൻ്റെ മേൽ ചുമന്നുകൊണ്ട് അതിന് പരിഹാരം വരുത്തി. സ്തോത്രം. പരിഹാരം വരുത്തി. ഇപ്പൊ പൂർണ്ണമായും നമ്മെ രക്ഷിക്കുന്ന യേശു. എന്തെങ്കിലും ഈ വിഷയങ്ങളിൽ വിശദീകരണം? രക്ഷകനായ യേശു. നമ്മൾ അതിനോടുള്ള ബന്ധത്തിലാണ് നേരത്തെ കണ്ടിട്ടുള്ളത്. ഭാരതീയ പദങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കരുത് എന്ന ഒരു കാര്യം, അതും ആവർത്തിക്കുകയാണെങ്കിലും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. മുക്തി, ഇപ്പം ഹിന്ദിയിൽ മുക്തി എന്നാണ് കൂടുതലും അതിനു വേണ്ടി പറയാറുള്ളത്. മുക്തി ദിലായ യേശുനാം എന്നൊക്കെയുള്ള ആ പാട്ടൊക്കെ വളരെ കെങ്കേമമായി ഇവൻ അന്യ ജാതിക്കാർക്ക് പോലും അറിയാവുന്ന, കേൾക്കുന്ന, മൂളുന്ന പാട്ടുകളാണ്. എല്ലാ നാമത്തിലും മേലായ നാമം ശ്രീയേശുനാമം എന്ന പാട്ടൊക്കെ നമ്മൾ വളരെ മനോഹരമായിട്ട് എന്താണ് പറയുന്നത്, ആ പാട്ടൊക്കെ പാടുമ്പോൾ നമ്മുടെ ആവേശമാണതല്ലേ. അങ്ങനത്തെ ഒരു നാമം ആയിട്ട് യേശുവിൻ്റെ നാമത്തെ ഉയർത്തി, ആ നാമത്തിൽ ഏവരുടെയും മുഴങ്കാലുകൾ മടങ്ങുന്നു. അത്രയ്ക്കും ആ നാമത്തെ ഉയർത്തുവാനുള്ള കാരണം നമ്മുടെ പാപങ്ങൾ തൻ്റെ മേൽ ഏറ്റുകൊണ്ട് അതിന് കർത്താവ് പരിഹാരം വരുത്തി എന്നുള്ളതാണല്ലോ. സ്തോത്രം. എന്നാൽ ആ കാര്യങ്ങൾ പറയുന്ന പാട്ടുകൾ മുക്തി എന്നും മോക്ഷമെന്നുമൊക്കെയുള്ള പദങ്ങൾ കൊണ്ട് നമ്മൾ വിവക്ഷിക്കാറുണ്ട്. മുക്തി ദിലായ യേശുനാം, അതാണ് പറഞ്ഞു വന്നത്. പക്ഷേ ആ പാട്ടുകൾ തിരുത്താനായിട്ട് പറയുന്നില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കി വ്യക്തിപരമായി നമ്മുടെ ഭാരതീയ സഹോദരങ്ങളോട് സംസാരിക്കുമ്പോൾ രക്ഷ എന്ന പദം തന്നെ ഉപയോഗിക്കുവാൻ ശ്രമിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാരണം ക്രൈസ്തവ രക്ഷ അല്ലെങ്കിൽ ക്രിസ്തീയ രക്ഷാശാസ്ത്രത്തിലെ രക്ഷ മതങ്ങളിലെ രക്ഷാശാസ്ത്രങ്ങളിലെ
രക്ഷയിൽ നിന്നും വ്യത്യസ്തമാണ്. ക്രിസ്ത്യൻ സാൽവേഷൻ is entirely different from the salvation understanding or teaching, soteriological teachings of other religions. നമുക്കതറിയാം, ജനന മരണ ചക്രങ്ങളിൽ നിന്നൊരു മോചനം, അതാണ് അവരെ സംബന്ധിച്ച് മുക്തി അല്ലെങ്കിൽ മോക്ഷം. എന്നാൽ രക്ഷ അതിൽ നിന്നും വ്യത്യസ്തമാണെന്ന് നമ്മൾ കണ്ടല്ലോ. അത് ഒന്നും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല, അവിടെ നിന്ന് പോവുകയാണ് മുമ്പോട്ട്. എന്നാലും ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമാണോ? ഒന്നുമില്ല. എങ്കിൽ നമുക്ക് വീണ്ടും തുടരാം. ഇതേ വാക്യത്തിൽ നിന്ന് നമുക്ക് വേറെയും ചില കാര്യങ്ങൾ എൻ്റെ വായനയിലും പഠനത്തിലും എൻ്റെ മനസ്സിനെ ആകർഷിച്ച ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അവിടെ യേശു എന്ന പേരിനോടുള്ള ബന്ധത്തിൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നോക്കുവാനായിട്ടുണ്ട്. വിവിധമായ പേരുകൾ യേശു ക്രിസ്തുവിന് കൊടുത്തിട്ടുണ്ട്. വിവിധമായ പേരുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേരാണ് യേശു എന്ന നാമം തന്നെ. അത് നമുക്കറിയാം, അത് യേശുവിൻ്റെ മാനുഷിക നാമമാണ്. യേശു ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ യേശുവിനെ വിളിച്ച പേരാണ് യേശു. എന്നാൽ അത് യേശുവ, നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ യഹോശുവ, ജോഷുവ, ജോയേൽ, ഈ പേരുകളോട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന പേരാണത്. അതുകൊണ്ട് കേവലം അത് യേശുക്രിസ്തു ജഡത്തിൽ വന്നപ്പോൾ മാത്രം കിട്ടിയൊരു പേരാണെന്നും നമുക്ക് പറഞ്ഞുകൂടാ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ പേരിനെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട്, ത്രിയേക ദൈവത്തിന് നമ്മുടെ വീണ്ടെടുപ്പിലുള്ള പ്രാതിനിധ്യമെന്നോ പങ്കാളിത്തമെന്നോ ഒക്കെ ഉള്ളതിൽ അതില് പുത്രന്റെ പങ്ക് ഒറ്റ വാക്കിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, എഫേസ്യ ലേഖനത്തിൽ നിന്നും പഠിച്ച സമയത്ത്. പുത്രൻ വിലയ്ക്ക് വാങ്ങി. ഹി പർച്ചേസ്ഡ് അവർ റിഡംഷൻ, അല്ലെങ്കിൽ നമ്മുടെ രക്ഷ. സ്തോത്രം. പർച്ചേസ് ചെയ്തു, വിലയ്ക്ക് വാങ്ങി. അപ്പൊ നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ട് മനുകുലത്തിന്റെ വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ചിന്തിച്ചതാണ്.
നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുക, നമ്മുടെ പാപക്കടങ്ങളെ കൊടുത്തു തീർക്കുക. സ്തോത്രം. നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുക, നമ്മുടെ വീണ്ടെടുപ്പിനെ വിലയ്ക്ക് വാങ്ങുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഈ 1-ാമത്തെ അധ്യായത്തിൽ വെച്ച് തന്നെ നമ്മൾ കണ്ട ഒരു കാര്യമാണ്. ഈ വീണ്ടെടുപ്പിന് 2 പ്രധാനപ്പെട്ട മുഖങ്ങളുള്ളതായിട്ട്. 2 facets for our redemption. അതിൽ ഒരു ആശയം എന്ന് പറയുന്നത് purchasing a slave by paying the full payment and releasing that person forever. Forever. ഒരു അടിമച്ചന്തയിൽ നിന്ന് ഒരു അടിമയ്ക്ക് വില കൊടുത്ത് വാങ്ങിയിട്ട്, അടിമയ്ക്ക് എന്നല്ല, അടിമയെ വില കൊടുത്ത് വാങ്ങിയിട്ട് ആ അടിമയ്ക്ക് ഇനിമേലിൽ ആരുടെയും അടിമത്വത്തിൽ പോകേണ്ടാത്ത വിധം സ്വതന്ത്രനാക്കുന്ന അവസ്ഥ. മറ്റൊന്ന്, കുറ്റത്തിന് ശിക്ഷ വിധിക്കപ്പെട്ട് ആ കുറ്റത്തിൻ്റെ ശിക്ഷ ഒരു കുറ്റവാളിയായിട്ട് അനുഭവിക്കുന്നവന് അവൻ്റെ പ്രായശ്ചിത്തമായ ഒരു വില കൊടുത്ത്, അവിടെ വരുന്നത് പെനാൽറ്റിയാണ്. പെനാൽറ്റി പേ ചെയ്ത് ആ കുറ്റവാളിയെ അതിൽ നിന്നും വിമോചിപ്പിക്കുക. ഈ 2 വിമോചനങ്ങളുടെ അർത്ഥമാണ് വീണ്ടെടുപ്പിന്, ക്രിസ്തീയ വീണ്ടെടുപ്പിന് ആയിട്ടുള്ളത്. മനസ്സിലായി കാണുമല്ലോ? ആവർത്തിക്കണോ? മൗനം. Yes, of course. There are 2 ideas of redemption in the Bible. Very much clear even in the Old Testament. And one is purchasing a slave and letting him free by paying a full amount to purchase him. And second idea is paying the penalty in full for a criminal, a condemned criminal, and letting him go free. So these are the 2 major ideas in the Bible about redemption or salvation. Got it? Okay. Purchasing a slave by remitting a price even more than what he is or she is worth.
ഒരു അടിമയ്ക്ക് അർഹതപ്പെട്ടതിലും കൂടുതലായിട്ട് വില കൊടുത്ത് ആ അടിമയെ സ്വതന്ത്രൻ അല്ലെങ്കിൽ സ്വതന്ത്രയാക്കുന്ന പ്രക്രിയ. In this way, we were slaves. നമ്മൾ അടിമകളായിരുന്നു. എന്തിനല്ല? ഏറ്റവും വലിയ അടിമത്വം നമുക്ക് എന്തിനോടായിരുന്നു? തെറ്റിയാലും സാരമില്ല, നമുക്കൊന്ന് ആക്റ്റീവായിട്ട് പോകാമല്ലോ. സിൻ, പാപത്തോടും പാപത്തോട്. വേറെ എന്തായിരുന്നു? വേറെ ആരും പറഞ്ഞല്ലോ. സിൻ, സൈറ്റൻ, ഡെത്ത്. മരണത്തിന്റെ മരണത്തിന് ഫ്ലഷ്. ഫ്ലഷ്. ഈ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. എന്നാൽ ഇതിനെല്ലാം നമ്മളെ അടിമയാക്കിയ മറ്റൊരു സംഗതി ഉണ്ടായിരുന്നു. ഈ പറയപ്പെട്ടതെല്ലാം ശരിയാ. മരണഭയത്തിന് അടിമകളായിരുന്നു. അതുവരെ പിശാചിന്റെ അടിമത്തത്തിൽ പിശാചിന്റെ അടിമത്തത്തില് ലോ യെസ്, ആബ്സല്യൂട്ട്ലി. ഗലാത്യർ 4:4 നമുക്ക് മഹാപരിചയമുള്ള വാക്യാണല്ലോ. ഗലേഷ്യൻസ് 4:4. എന്നാൽ ലോകത്തിന്റെ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. സ്തോത്രം. ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി വിടുവിക്കേണ്ടതിനാണ്, വിമോചിപ്പിക്കേണ്ടതിനാണ് യേശുക്രിസ്തു വന്നത്. അതുകൊണ്ട് ദൈവം യേശുവിനെ ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായിട്ട് അയച്ചു. അങ്ങനെ വരുമ്പോൾ നാം എല്ലാവരും ആത്യന്തികമായും അടിമപ്പെട്ടിരുന്നത് എന്തിനായിരുന്നു? ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന്. സ്തോത്രം. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിലും ഗലാത്യ ലേഖനത്തിലും, ഗലാത്യർ 3-4 അധ്യായങ്ങളിലും ഈ കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യവും നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കിയതാണ്. പാപം നിമിത്തം ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് അല്ലെങ്കിൽ നിയമങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു. ആ നിയമം നമുക്ക് വിരോധമായിരുന്നു. ആ ന്യായപ്രമാണത്തിനാണ് നമ്മൾ കീഴ്പ്പെട്ടിരുന്നത്. അപ്പം നമ്മൾ യഹൂദന്മാരല്ലായിരുന്നല്ലോ എന്നൊരു ചിന്ത ആർക്കെങ്കിലും വരുന്നെങ്കിൽ നല്ല
ചോദ്യം തന്നെയാണ്. പക്ഷേ യഹൂദരല്ലാത്തവരെയും സകല മനുഷ്യരെയും ദൈവം എന്ത് ചെയ്തു? ന്യായപ്രമാണത്തിന് കീഴെ അടച്ചു കളഞ്ഞു. ന്യായപ്രമാണത്തിൻ്റെ കീഴെ അടച്ചു കളഞ്ഞു. ഗലാത്യലേഖനം 3-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം 22. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൽ കീഴടച്ചു കളഞ്ഞു. തിരുവഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴടച്ചു കളഞ്ഞു. എല്ലാ മനുഷ്യരെയും. 23 വാഗ്ദത്തം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായി കൊണ്ട് വിശ്വാസം വരും മുമ്പേ, വാഗ്ദത്തം അല്ല, വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴ് അടച്ചു സൂക്ഷിച്ചു വന്നു. ഇവിടെ എല്ലാം പറയുന്നത് സകല മനുഷ്യരെയും ദൈവം ന്യായപ്രമാണത്തിൻ്റെ കീഴെ ആക്കി, പാപത്തിന് കീഴെ അടച്ചു കളഞ്ഞു. സ്തോത്രം. റോമാലേഖനം 7-ാം അധ്യായത്തിൽ നാം അത് തന്നെയാണ് കാണുന്നത്. സ്തോത്രം. നമുക്ക് സ്വാതന്ത്ര്യം ഏറ്റവും ആദ്യം വേണ്ടിയിരുന്നത് ഈ ന്യായപ്രമാണത്തിൽ നിന്നാണ്. കാരണം ഈ ന്യായപ്രമാണം അത് ദൈവത്തിൻ്റെ വിധികളാണ്, ദൈവത്തിൻ്റെ കൽപ്പനകളാണ്, ദൈവത്തിൻ്റെ നിയമങ്ങളാണ്. അതുകൊണ്ടാണ് ഈ റോമർ 7-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്, 5-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപ രാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു. സ്തോത്രം. 7-ാമത്തെ വാക്യം മുതൽ വീണ്ടും അത് തന്നെ പൗലോസ് വ്യക്തമാക്കുകയാണ്, പ്രത്യേകിച്ച് അതിൻ്റെ 13 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വിധികൾക്ക്, ന്യായപ്രമാണത്തിനാണ് അടിമകളായിരുന്നത്. നമ്മളിതിനു മുമ്പ് പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വില കൊടുത്തെങ്കിൽ ആർക്കു കൊടുത്തു എന്നൊരു ചോദ്യം. സാത്താനായിരുന്നല്ലോ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തിയിരുന്നത്. അപ്പോൾ യേശുക്രിസ്തു വീണ്ടെടുപ്പിൻ്റെ വില, തൻ്റെ രക്തം വീണ്ടെടുപ്പിൻ്റെ വിലയായി നൽകിയത് സാത്താനാണോ? ആണെന്ന് പഠിപ്പിക്കുന്ന പലരുണ്ട്. അജ്ഞത കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്, അതൊരു ദുരുപദേശമായിട്ട് പഠിപ്പിക്കുന്നതല്ല. അങ്ങനെയുള്ളവർ വേറെ ഉണ്ട്. പക്ഷെ ഇത് പലരും അജ്ഞതയാൽ പഠിപ്പിക്കാറുണ്ട്, കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നിപ്പോകാറുമുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് സകല മനുഷ്യരും, യഹൂദനും യവനനും ഒരുപോലെ അടിമകളായിരുന്നത് കമോൺ പ്ലീസ് വന്നാട്ടെ ലോ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിനായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും ആരായിരുന്നു?
The law. ദ ലോ ഇറ്റ് സെൽഫ്, ന്യായപ്രമാണം തന്നെ. നമ്മൾ അതും കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ട്. കൊലോസ്യർ 2:14 നിന്നും എഫേസ്യ ലേഖനം 2-14 നിന്നും ഒക്കെ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ഞാൻ വീണ്ടും വായിപ്പിക്കുന്നില്ല, ഓർമ്മപ്പെടുത്തൽ മാത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിനായിരുന്നു നമ്മൾ കീഴ്പ്പെട്ടിരുന്നത്, അടിമകളായിരുന്നത് എങ്കിൽ വീണ്ടെടുപ്പിന്റെ വില ആർക്കായിരിക്കണം കൊടുത്തത്? ദൈവത്തിന്. ദൈവത്തിന്. ഇനി നമ്മൾ അതിൻ്റെ 9-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ചില ചോദ്യങ്ങളിലൂടെയൊക്കെ അതിനുണ്ടായിരിക്കാം. ആ സമയത്ത് അത് നമുക്ക് കൈകാര്യം ചെയ്യാം. അപ്പോൾ യേശുക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. ക്രൈസ്റ്റ് redeemed us. He freed us. He liberated us from the bondage of the law, the righteous law of the Lord was against us. And therefore we were under that. Stotra. But Christ came under the law and liberated us from the bondage of law. Stotra. അപ്പോൾ നാം ആയിരുന്ന അടിമത്വത്തിൽ നിന്ന് വിടുവിച്ചു. 2, ഫ്രം ദ പെനാൽറ്റി ഓഫ് സിൻ. സ്തോത്രം. വായിക്കാമോ അത്? Psalms 49:8. സങ്കീർത്തനം 49:8. അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. യെസ്. സഹോദരൻ ശവക്കുഴി കാണാതെ അങ്ങനെ പറഞ്ഞു വരുന്ന വാക്യമാ. അവനെ വീണ്ടെടുക്കാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. അപ്പോഴാണ് യേശുക്രിസ്തു ആ വില കൊണ്ട് കൊടുക്കുന്നത്. അവിടെ തന്നെയുള്ള മറ്റൊരു സംഗതി, വീണ്ടെടുപ്പിന്റെ 2-ാമത്തെ ഭാഗമാണ് നമ്മൾ കണ്ടത്. ഫ്രം ദ പെനാൽറ്റി. നമ്മൾ ഈ പാപമെല്ലാം ചെയ്തതുകൊണ്ട്, പാപികളായതുകൊണ്ട് ദൈവത്തിൻ്റെ ഇതേ ന്യായപ്രമാണം അല്ലെങ്കിൽ ഇതേ വിധി തന്നെ നമ്മെ ശിക്ഷയ്ക്ക് വിധിക്കുന്നു. സ്തോത്രം. ശിക്ഷയ്ക്ക് വിധിക്കുന്നു. അങ്ങനെ നമ്മൾ we were condemned sinners for eternal wrath. നിത്യ ശിക്ഷാവിധിക്ക്, ദൈവത്തിൻ്റെ ക്രോധത്തിന് ഒക്കെ നമ്മൾ ശിക്ഷിക്കപ്പെട്ടിരുന്നവരാ. യേശുക്രിസ്തു എന്ത് ചെയ്തു? നമുക്ക് പകരം, സ്തോത്രം, ആ ശിക്ഷയെല്ലാം തൻ്റെ മേലേറ്റു. എന്നിട്ട് നമ്മെ വില കൊടുത്ത്, അല്ലെങ്കിൽ നാം കൊടുക്കേണ്ടിയിരുന്ന പെനാൽറ്റി, നമ്മൾ കൊടുക്കേണ്ടിയിരുന്ന ഫൈൻ, അത് യേശുക്രിസ്തു നമുക്ക് പകരമായിട്ട് കൊടുത്തു. എന്നിട്ട് നമ്മളെ സ്വതന്ത്രരാക്കി. ഈ ആശയം ഒരു മതത്തിലില്ല. ഈ വീണ്ടെടുപ്പിന്റെ ആശയം തിരുവഴുത്തിൽ മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ ഉള്ളൂ.
നമ്മൾ തന്നെ ഈ കാര്യങ്ങളെ ഒന്ന് ശാന്തമായിട്ടിരുന്ന് വിലയിരുത്തിയാൽ, സ്തോത്രം, എന്തൊരു അനുഭൂതിയാ ഈ കർത്താവിനെ സേവിപ്പാൻ നമുക്ക് അവസരം ലഭിച്ചുവെന്നുള്ളത്. സ്തോത്രം. അപ്പോൾ യേശു രക്ഷകൻ, യേശുവാ. ഇത്രയും വ്യക്തമാണോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ രക്ഷ നമുക്ക് സൗജന്യമായി തന്ന നമ്മുടെ കർത്താവിനെ സ്തുതിച്ചു വാഴ്ത്തി ഈ സ്വാതന്ത്ര്യത്തിലും ഈ വീണ്ടെടുപ്പിലും ഈ രക്ഷയിലും നിലനിൽക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.